Hi my dear students. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ബൈസെക്ഷൻ മെത്തേഡിൻ്റെ വർക്കിംഗ് റൂൾ ആയിരുന്നു. അപ്പോൾ ബൈസെക്ഷൻ മെത്തേഡിൻ്റെ വർക്കിംഗ് റൂൾ പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് തന്നിരിക്കുന്ന ഗിവൻ പ്രോബ്ലത്തിൽ ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. ആ ഫംഗ്ഷൻ ഓഫ് എക്സിനെ സീറോയിലോട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബൈസെക്ഷൻ മെത്തേഡിൻ്റെ പ്രോബ്ലം അങ്ങ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതിൻ്റെ ഫസ്റ്റ് പ്രോബ്ലം ആണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫൈൻഡ് റിയൽ റൂട്ട് ഓഫ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 4x മൈനസ് 9 യൂസിങ് ബൈസെക്ഷൻ മെത്തേഡ്. ഇപ്പോൾ വർക്കിംഗ് റൂളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് ഫംഗ്ഷൻ ഓഫ് എക്സ് തന്നിട്ടുണ്ട്. എക്സ് ക്യൂബ് മൈനസ് 4x മൈനസ് 9 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓഫ് എക്സിനെ എന്ത് ചെയ്യണം? സീറോയിലോട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ലെറ്റ് ഫംഗ്ഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് 4x മൈനസ് 9 ഈക്വൽ ടു 0. ഇനി ആ ഫംഗ്ഷൻ ഓഫ് എക്സിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0, 1, 2, 3 എന്നെല്ലാം കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് 0 ഈക്വൽ ടു മൈനസ് 9 ഈക്വൽ ടു നെഗറ്റീവ്. അപ്പോൾ എഫ് ഓഫ് 1 ഈക്വൽ ടു മൈനസ് 12 ഈക്വൽ ടു നെഗറ്റീവ്. ഇനി എഫ് ഓഫ് 2 എന്താണ്? മൈനസ് 9 ഈക്വൽ ടു നെഗറ്റീവ്. അപ്പോൾ എഫ് ഓഫ് 3 ഈക്വൽ ടു 6 ഈക്വൽ ടു പോസിറ്റീവ്. അപ്പോൾ എഫ് ഓഫ് 2 വന്നപ്പോൾ നെഗറ്റീവ് എന്ന് കിട്ടി, എഫ് ഓഫ് 3 വന്നപ്പോൾ പോസിറ്റീവ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് സൈനാണ്. ഈ ഓപ്പോസിറ്റ് സൈൻ വരുമ്പം നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് 2 എന്ന് പറയുന്ന നെഗറ്റീവാണ്, എഫ് ഓഫ് 3 എന്ന് പറയുന്ന പോസിറ്റീവാണ്. അപ്പോൾ ഈ രണ്ട് റൂട്ട്സാണ് നമുക്ക് ബൈസെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സിൻസ് എഫ് ഓഫ് 2 ഈക്വൽ ടു നെഗറ്റീവ് ആൻഡ് എഫ് ഓഫ് 3 ഈക്വൽ ടു പോസിറ്റീവ്, ഇപ്പോൾ റൂട്ട് ലൈസ് ബിറ്റ്വീൻ എന്തായിരിക്കും? 2 and 3 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് റൂട്ട്സിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് അപ്രോക്സിമേഷൻ x1 ഈക്വൽ ടു 2 + 3 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 2.5. വീണ്ടും നമ്മൾ ആ എക്സിൽ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ ഓഫ് എക്സിൽ പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 2.5 എന്ന് കൊടുക്കുക. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് 2.5 ഇസ് ഈക്വൽ ടു മൈനസ് 3.375 എന്ന് കിട്ടും. നെഗറ്റീവാണ്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ഓപ്പോസിറ്റ് റൂട്ട്സ് വേണം എടുക്കാൻ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 2.5 നെഗറ്റീവാണ്. അതുപോലെ മുകളിലോട്ട് നോക്കണം. എഫ് ഓഫ് 3 എന്ന് പറയുന്ന പോസിറ്റീവാണ്. അപ്പോൾ ഈ രണ്ട് റൂട്ട്സ് വേണം എടുക്കേണ്ടത്. അപ്പോൾ എഫ് ഓഫ് 2.5 is equal to നെഗറ്റീവ് ആൻഡ് എഫ് ഓഫ് 3 ഈക്വൽ ടു പോസിറ്റീവ്. അപ്പോൾ റൂട്ട് ലൈസ് ബിറ്റ്വീൻ എന്തായിരിക്കും? 2.5 and 3 ആയിരിക്കും. ഇനി അതുപോലെ ഈ രണ്ട് റൂട്ട്സിൻ്റെ മിഡ് പോയിൻ്റ് ആണ് നമ്മൾ അടുത്ത സെക്കൻഡ് അപ്രോക്സിമേഷനിൽ ചെയ്യേണ്ടത്. അപ്പോൾ സെക്കൻഡ് അപ്രോക്സിമേഷൻ പുട്ട് x2 is equal to 2.5 + 3 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് 2.75 എന്ന് കിട്ടും. ഇനി ആ പുട്ട് എക്സ് സിക്കറ്റ് എന്ത് ചെയ്യണം? ആ ഫംഗ്ഷൻ ഓഫ് എക്സിൽ 2.75 കൊടുക്കുക. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് 2.75 is equal to 0.79. അപ്പോൾ നമുക്ക് എന്തോ കിട്ടുന്നത്? പോസിറ്റീവാണ് അല്ലേ? അപ്പോൾ വീണ്ടും നമ്മൾ ആ ഫസ്റ്റ് അപ്രോക്സിമേഷനിലോട്ട് വരണം. ഇപ്പോൾ എഫ് ഓഫ് 2.5 എന്ന് പറയുന്ന നെഗറ്റീവാണ്. എഫ് ഓഫ് 2.5 നെഗറ്റീവാണ്. എഫ് ഓഫ് 2.5 ഈക്വൽ ടു നെഗറ്റീവ്. പിന്നെ ഈ സെക്കൻഡ് അപ്രോക്സിമേഷനിൽ എഫ് ഓഫ് 2.75 എന്ന് പറയുന്ന പോസിറ്റീവാണ്. അപ്പോൾ റൂട്ട് ലൈസ് ബിറ്റ്വീൻ എന്തായിരിക്കും? 2.5 and 2.75 ആണ്. ഈ രണ്ട് റൂട്ട്സിനെ വേണം ബൈസെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ തേർഡ് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് x3 is equal to 2.5 + 2.75 ഡിവൈഡഡ് ബൈ 2 ആണ്. ഇപ്പോൾ 2.625 എന്ന് കിട്ടും. ഇനി ആ ഫംഗ്ഷൻ ഓഫ് എക്സിൽ പുട്ട് എക്സ് is equal to 2.625 എന്ന് കൊടുക്കണം. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് 2.625 എന്ന് പറഞ്ഞാൽ മൈനസ് 1.41 ആണ്. അപ്പോൾ നെഗറ്റീവ് എന്ന് കിട്ടും. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് 2.625 ഈക്വൽ ടു നെഗറ്റീവ്. പിന്നെ എന്താണ്? വീണ്ടും ആ സെക്കൻഡ് അപ്രോക്സിമേഷനിൽ വരുമ്പം എഫ് ഓഫ് 2.75 എന്ന് പറയുന്ന പോസിറ്റീവാണ്. അപ്പോൾ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2.625 ആൻഡ് 2.75 എന്ന് കിട്ടും. ഇനി അടുത്ത വീണ്ടും അതുപോലെ ഫോർത്ത് അപ്രോക്സിമേഷനിലോട്ട് വരിക. ഈ രണ്ട് റൂട്ട്സ് തമ്മിൽ ബൈസെറ്റ് ചെയ്യണം. അപ്പോൾ ലെറ്റ് x4 is equal to 2.625 + 2.75 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 2.6875 ആണ്. ഇനി വീണ്ടും ആ ഫംഗ്ഷൻ ഓഫ് എക്സിൽ എക്സിന് ഈ വാല്യൂ കൊടുക്കണം. 2.6875 മൈനസ് 0.33 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നെഗറ്റീവ് എന്ന് കിട്ടും. അപ്പോൾ ഫംഗ്ഷൻ ഓഫ് 2.6875 എന്ന് പറഞ്ഞ നെഗറ്റീവാണ്. അതുപോലെ ആ തേർഡ് അപ്രോക്സിമേഷനിലോ എഫ് ഓഫ് 2.75 എന്ന് പറയുന്ന പോസിറ്റീവാണ്. അപ്പോൾ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2.6875 ആൻഡ് 2.75 ആണ്. ഇനി വീണ്ടും അതുപോലെ ഫിഫ്ത്ത് അപ്രോക്സിമേഷനിലോട്ട് വരണം. നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ ബൈസെക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെന്തി പ്രോസസ്സാണ്. ഒരു 11 കഴിയുമ്പോഴേ 11th അപ്രോക്സിമേഷനൊക്കെ കഴിയുമ്പോഴേ നമുക്ക് ആൻസർ കിട്ടാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ അങ്ങ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ബൈസെക്ഷൻ മെത്തേഡ് ഫോർമുല എന്ന് പറയുന്നത് ഈ രണ്ട് റൂട്ട്സിൻ്റെയും മിഡ് പോയിൻ്റ് ആണ്.
അപ്പോൾ ഫിഫ്ത്ത് അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് ലെറ്റ് x5 is equal to 2.6875 പ്ലസ് 2.75 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 2.71875 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓഫ് എക്സിൽ എന്ത് ചെയ്യണം? ഈ വാല്യൂ കൊടുക്കണം. 2.71875 എന്ന് പറയുന്ന 0.22 ആണ്. അത് നമുക്ക് പോസിറ്റീവ് എന്ന് കിട്ടി. അപ്പോൾ വീണ്ടും ആ ഫോർത്ത് അപ്രോക്സിമേഷനിലോട്ട് നോക്കിക്കൊള്ളണം. എഫ് ഓഫ് 2.6875 എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതുപോലെ എഫ് ഓഫ് 2.71875 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ റൂട്ട് ലൈസ് ബിറ്റ്വീൻ എന്തായിരിക്കും? 2.6875 ആൻഡ് 2.71875 ആണ്. വീണ്ടും അടുത്ത സിക്സ്ത് അപ്രോക്സിമേഷനിലോട്ട് വരിക. അപ്പോൾ 86 എന്ന് പറയുന്നത് എന്താണ്? 2.6875 പ്ലസ് 2.71875 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ 2.70312 എന്ന് കിട്ടും. വീണ്ടും ആ ഫംഗ്ഷൻ ഓഫ് എക്സിൽ കൊടുക്കണം. ഫംഗ്ഷൻ ഓഫ് 2.703125 എന്ന് പറയുന്നത് -0.06 ആണ്. ആ നെഗറ്റീവ് എന്ന് കിട്ടി. അപ്പോൾ സിൻസ് എഫ് ഓഫ് 2.703125 എന്ന് പറയുന്നത് നെഗറ്റീവും ആണ്. അതുപോലെ അതിന് മുമ്പത്തെ അപ്രോക്സിമേഷനിലോട്ട് വരണം. എഫ് ഓഫ് 2.71875 എന്ന് പറയുന്ന പോസിറ്റീവാണ്. അപ്പോൾ റൂട്ട് ലൈസ് ബിറ്റ്വീൻ എന്തായിരിക്കും? 2.703125 ആൻഡ് 2.71875 ആണ്. വീണ്ടും അടുത്ത സെവൻത്ത് അപ്രോക്സിമേഷനിലോട്ട് വരണം. S7 എന്ന് പറയുന്നത് 2.703125 പ്ലസ് 2.71875 ഡിവൈഡഡ് ബൈ 2 ആണ്. ഇപ്പോൾ 2 എന്ത് കിട്ടും? 7109375 ആണ്. വീണ്ടും ആ ഫംഗ്ഷൻ ഓഫ് എക്സിൽ ഈ വാല്യൂ കൊടുക്കണം. ഫംഗ്ഷൻ ഓഫ് 2.71099375 ഈക്വൽ ടു 0.07 ആണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് എന്ന് കിട്ടി. ഇപ്പോൾ എഫ് ഓഫ് 2.703125 എന്ന് പറയുന്ന നെഗറ്റീവും ആണ്. അതുപോലെ എഫ് ഓഫ് 2.71099375 എന്ന് പറയുന്ന പോസിറ്റീവാണ്. അപ്പോൾ നമ്മുടെ റൂട്ട് എന്തായിരിക്കും? ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 2.703125 ആൻഡ് 2.7109375 ആണ്. വീണ്ടും അടുത്ത 8th അപ്രോക്സിമേഷനിലോട്ട് വരണം. x8 എന്ന് പറയുന്നത് 2.703125 പ്ലസ് 2.7109375 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.70703125 ആണ്. ഇനി ആ ഫംഗ്ഷൻ ഓഫ് എക്സിൽ വീണ്ടും ഈ വാല്യൂ കൊടുക്കണം. ഈ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 0.009 ആണ്. അപ്പോൾ നമുക്കത് പോസിറ്റീവ് എന്ന് കിട്ടി. സിൻസ് എഫ് ഓഫ് 2.703125 എന്ന് പറയുന്ന നെഗറ്റീവും ആണ്. അതുപോലെ എഫ് ഓഫ് എന്താണ്? 2.70703125 എന്ന് പറയുന്ന പോസിറ്റീവാണ്. അപ്പോൾ റൂട്ട് ലൈസ് ബിറ്റ്വീൻ എന്തായിരിക്കും? 2.703125 ആൻഡ് 2. എന്താണ്? 70703125 ആണ്. വീണ്ടും ഈ രണ്ട് റൂട്ട്സിൻ്റെ മിഡ് പോയിന്റ് ആണ്. അടുത്ത 9th അപ്രോക്സിമേഷനിലോട്ട് വരണം. അപ്പോൾ x9 എന്ന് പറയുന്നത് 2.703125 പ്ലസ് 2.70703125 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ 2.705078125 എന്ന് കിട്ടും. വീണ്ടും ആ ഫംഗ്ഷൻ ഓഫ് എക്സിൽ ഈ വാല്യൂ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -0.02 എന്ന് വരും. അപ്പോൾ നെഗറ്റീവാണ്. അപ്പോൾ സിൻസ് എഫ് ഓഫ് 2.705078125 എന്ന് പറയുന്ന നെഗറ്റീവും ആണ്. പിന്നെ എഫ് ഓഫ് 2.70703125 എന്ന് പറയുന്ന പോസിറ്റീവാണ്. അപ്പോൾ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2.70507825 ആൻഡ് 2.70703125 ആണ്. വീണ്ടും അടുത്ത 10th അപ്രോക്സിമേഷനിലോട്ട് വരണം. x10 എന്ന് പറയുന്നത് ഈ രണ്ട് റൂട്ട്സിൻ്റെ മിഡ് പോയിന്റ് ആണ്. 2.70507825 പ്ലസ് 2.70703125 ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പോൾ 2.70605468 എന്ന് കിട്ടും. ഇനി ആ ഫംഗ്ഷൻ ഓഫ് എക്സിൽ ഈ വാല്യൂ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? -0.008 എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇനി വീണ്ടും ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ആ ഫംഗ്ഷൻ ഓഫ് 2.70605468 എന്ന് പറയുന്ന നെഗറ്റീവാണ്. അതുപോലെ എഫ് ഓഫ് 2.70703125 എന്ന് പറയുന്ന പോസിറ്റീവാണ്. അപ്പോൾ റൂട്ട് ലൈസ് ബിറ്റ്വീൻ എന്തായിരിക്കും? ഈ രണ്ട് റൂട്ട്സിൻ്റെ മിഡ് പോയിന്റ് ആണ്. ഇനി 11th അപ്രോക്സിമേഷനിലോട്ട് വരിക. ഒരു കാര്യം ചെയ്യുക. 11th അപ്രോക്സിമേഷൻ ചെയ്യുമ്പം ഈ രണ്ട് റൂട്ട്സിൻ്റെ മിഡ് പോയിന്റ് ആണല്ലോ. x11 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 2.7065426969. നേരത്തെ ഉള്ള 10th അപ്രോക്സിമേഷൻ നോക്കുക. 10th അപ്രോക്സിമേഷൻ നമുക്ക് ചെയ്തപ്പോഴും 2.706 എന്ന് വന്നു അല്ലേ? അതുപോലെ
H9 എന്തുവാണ്? പക്ഷേ H9 അതല്ല, 2.707 ആണ് വന്നത്. ഇപ്പം ഏകദേശം ആൻസറിൻ്റെ അടുപ്പിച്ച് നമ്മൾ പോവുകയാണ്. 11th അപ്രോക്സിമേഷൻ ചെയ്തപ്പോഴും കണ്ടില്ലേ 2.706 എന്ന് വന്നു. ഇനി വീണ്ടും ആ ഫംഗ്ഷൻ ഓഫ് എക്സിൽ എക്സിൻ്റെ വാല്യൂ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.0002 എന്ന് കിട്ടും. അത് പോസിറ്റീവാണ്. അപ്പോൾ സിൻസ് എഫ് ഓഫ് 2.706054688 എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. ആൻഡ് എ ഫംഗ്ഷൻ ഓഫ് 2.706542969 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. വീണ്ടും റൂട്ട് ലൈസ് ബിറ്റ്വീൻ എന്തായിരിക്കും? 2.706054688 ആൻഡ് 2.706542969 ആണ്. ഇനി അടുത്ത 12th അപ്രോക്സിമേഷനിലോട്ട് വരണം. H12 ഈ രണ്ട് റൂട്ട്സിൻ്റെയും കൂടെ മിഡ് പോയിന്റ് ആണ്. അവിടെ കണ്ടില്ലേ വീണ്ടും നമുക്ക് എന്ത് കിട്ടി? 2.706 ആണ് അല്ലേ? 706298829. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് 1-2 കൂടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ H10 ചെയ്തപ്പോഴും നമുക്ക് സെയിം ആണ് വന്നത്. H10 ചെയ്തപ്പോഴും നമുക്ക് 2. എത്ര കിട്ടി? 706 എന്ന് വന്നു. അതുപോലെ 11th അപ്രോക്സിമേഷൻ ചെയ്തപ്പോഴും 2.706 എന്ന് കിട്ടി. ഇനി അടുത്ത 12th അപ്രോക്സിമേഷൻ ഞാൻ കാണിക്കാം. അത് ചെയ്തപ്പോഴും നമുക്ക് 2.706 എന്ന് കിട്ടി. അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് 2 അപ്രോക്സിമേഷൻ കൂടെ ഞാൻ ചെയ്തിരിക്കുന്നത്. വീണ്ടും ആ എഡ്സിൽ അങ്ങ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -0.004 ആണ്. അപ്പോൾ നെഗറ്റീവാണ്. സിൻസ് എഫ് ഓഫ് 2.706298829 എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതുപോലെ എഫ് ഓഫ് 2.706542969 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. വീണ്ടും റൂട്ട് ലൈസ് ബിറ്റ്വീൻ എന്തായിരിക്കും? 2.706298829 ആൻഡ് 2.706542969 ആണ്. ഇനി അടുത്ത 13th അപ്രോക്സിമേഷൻ എടുക്കണം. ഈ രണ്ട് റൂട്ട്സിൻ്റെയും കൂടെ മിഡ് പോയിന്റ് ആണ്. പേഴ്സ് 13 എന്ന് പറയുന്നത് 2.706 കണ്ടില്ലായിരുന്നോ? നേരത്തെ 10 മുതലായപ്പോഴേ നമുക്ക് ആൻസർ കിട്ടി തുടങ്ങി. 10 ചെയ്തപ്പോഴും 11 ചെയ്തപ്പോഴും ഇപ്പോൾ 13 ചെയ്തപ്പോഴും ആൻസർ അങ്ങ് വന്നു. ഇപ്പോൾ 2.706420899. വീണ്ടും ആ ഫംഗ്ഷൻ ഓഫ് എക്സിൽ ഇതങ്ങ് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെഗറ്റീവ് എന്ന് കിട്ടും. അപ്പോൾ സിൻസ് എഫ് ഓഫ് 2.706420899 എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അതുപോലെ ഫംഗ്ഷൻ ഓഫ് 2.706542969 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ വീണ്ടും ഈ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 2.706420899 ആൻഡ് 2.706542969 ആണ്. വീണ്ടും ഈ രണ്ട് റൂട്ട്സിന് മിഡ് പോയിന്റ് എടുക്കണം. അപ്പോൾ 14th അപ്രോക്സിമേഷൻ ആണ്. H14 ഈക്വൽ ടു ഈ രണ്ട് റൂട്ട്സിനെ മിഡ് പോയിന്റ് എടുക്കുമ്പം 2.706 എന്ന് കിട്ടും. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ ചെയ്തത്. നിങ്ങൾക്ക് 11 വരെയൊക്കെ എത്തുമ്പം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇത് ഫസ്റ്റ് പ്രോബ്ലം നിങ്ങൾക്ക് അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ ലെന്തി ആയിട്ട് 14th അപ്രോക്സിമേഷൻ വരെ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ഒരു 10 ഒക്കെ കഴിയുമ്പോഴേ നമുക്ക് ആൻസർ അങ്ങ് കിട്ടി തുടങ്ങും. ഒരു 10, 11, 12 വരെ അങ്ങ് ചെയ്യണം ബൈസെഷൻ മെത്തേഡ്. അതുവരെ അങ്ങ് ചെയ്തു വയ്ക്കുക. അപ്പോൾ നമ്മുടെ റിക്വയർഡ് റൂട്ട് എന്തായിരിക്കും? 2.706 എന്നായിരിക്കും അല്ലേ? താങ്ക് യു.